ഇൻഫോമാറ്റിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ വീഡിയോയിലൂടെ നമ്മൾ കൃത്യമായിട്ട് MCQ ചർച്ച ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും നിങ്ങളെ കൂട്ടുകാരികൾക്ക് എജുമിയെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം. SSLC, +1, +2, ഡിഗ്രി ഒക്കെ PG ഒക്കെ പഠിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമാണ് എജുമി. കുറഞ്ഞ ഒരു മിതമായ അഫോർഡബിൾ ഫീൽ എല്ലാ കോഴ്സും വിത്ത് ബുക്സ് വിത്ത് മെൻറ്റർ സപ്പോർട്ടോട് കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഇൻഫോമാറ്റിക്സിൻ്റെ അടിപൊളി ക്ലാസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ഞാൻ പറഞ്ഞിരുന്നു PhD ചെയ്യുന്ന പ്രൊഫസറാണ്. അവരുടെ ക്ലാസ്സാണ് അടിപൊളി, ഇൻട്രാക്റ്റീവ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. അതോടൊപ്പം തന്നെ കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മലയാളം ആൻഡ് ഇംഗ്ലീഷ് നോട്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് പ്ലാറ്റ്ഫോം വർക്ക്സ് വിത്ത് യുവർ സ്കൂൾ ലൈബ്രറി സോ യു ക്യാൻ ഗെറ്റ് ആർട്ടിക്കിൾസ് ഈസിലി? സ്കൂൾ ലൈബ്രറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് പ്ലാറ്റ്ഫോമാണുള്ളത്? ഓക്കെ, ഗൂഗിൾ സ്കോളർ ആണ്. ഇതൊരു ഫ്രണ്ട് പോലെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഗൂഗിൾ സ്കോളർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പെർപ്ലക്സിറ്റി ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. PhD ചെയ്യുന്നവർക്ക് ഗുണമാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചു. ഗൂഗിൾ സ്കോളർ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കമ്പ്യൂട്ടർ പ്രോഗ്രാം ശോധഗംഗ യൂസസ് ടു റൺ ഇറ്റ്സ് ലൈബ്രറി? ശോധഗംഗയിൽ അല്ലെങ്കിൽ ശോധഗാനയിൽ ലൈബ്രറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറിന്റെ പേരാണ് DSpace. കണ്ടോ, നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് DSpace ആണ്. നമ്മൾ പറയില്ലേ A നിലവറ B നിലവറ എന്നൊക്കെ പറയുന്ന പോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ B നിലവറ എന്ന് നമ്മൾ പറയില്ലേ, അതേപോലെ സമാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വേർഡാണ് ഈ ഒരു വേർഡ്. DSpace എന്ന് പറയുന്ന സ്പേസിലാണ് കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്യുന്നത്. വിച്ച് റിപ്പോസിറ്ററി ഹെൽപ്സ് അവോയ്ഡിങ് റിപ്പീറ്റിംഗ് ദ സെയിം റിസർച്ച് ബൈ ഷെയറിംഗ് പ്രൊജക്ട്സ്? കണ്ടോ, ഏതിലാണ് അഥവാ ഒരേ പോലത്തെ റിസർച്ച് വരുന്ന ബ്ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. ശോധഗംഗയാണ്. കാരണം എന്താ, കൃത്യമായിട്ട് അതിലെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ കൃത്യമായിട്ട് എന്താണ് പറയാ, സെയിം സാധനം ഒരിക്കലും എന്ത് ചെയ്യില്ല, അതിൽ വരൂല എന്നുള്ളതാണ്. ഓക്കെ, യെസ്, സെയിം കണ്ടന്റ് ഒരിക്കലും വല്ല തടയും. വിച്ച് റിപ്പോസിറ്ററി ഈസ് ബെസ്റ്റ് ഫോർ സയൻസ്, ടെക്നിക്കൽ ആൻഡ് മെഡിക്കൽ റിസർച്ച്? മെഡിക്കൽ റിസർച്ചിനും സയൻസിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഏതാണ്? ഗൂഗിൾ സ്കോളർ ആണ്. വാട്ട് ഡസ് ഇൻഫ്ലിബ്നെറ്റ് പ്രൊമോട്ട് ടു മേക്ക് ലൈബ്രറി വർക്ക് ഫാസ്റ്റർ? കണ്ടോ, ലൈബ്രറി ഓട്ടോമേഷൻ ആണ്. ഇൻഫ്ലിബ്നെറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ആദ്യത്തെ വീഡിയോ ചെക്ക് ചെയ്യണം. അതിൽ കൃത്യമായിട്ട് അതിന്റെ എക്സ്പാൻഷൻ വരെ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അവർ ഫാസ്റ്റർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എന്താണ്, ലൈബ്രറി ഓട്ടോമേഷൻ ആണ്. അഥവാ പരമാവധി എന്ത് ചെയ്യുക, ഇലക്ട്രോണിക് ലൈബ്രറി ആവുക. ഒരു പുസ്തകം എടുക്കണമെങ്കിൽ നമ്മളവിടെ പോയി എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എടുത്താൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ആരെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ ഇത് ആര് കൊണ്ടുപോയി, എന്നാണ് റിട്ടേൺ അടിക്കാൻ തുടങ്ങിയ A to Z കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ലൈബ്രറിയാണ് എന്ത്, ഓട്ടോമേറ്റഡ് ലൈബ്രറീസ് എന്ന് പറയുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായി ഡാറ്റാസ് ഒക്കെ എന്ത് കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ശോധഗംഗ ഫോർ ഇന്ത്യൻ റിസർച്ചേഴ്സ്? ഇതിന്റെ ഒരു ഗുണം എന്താ, ശോധഗാനയുടെ ഗുണം എന്താന്നുള്ളതാണ്. ഫ്രീ ആക്സസ് ടു ഇലക്ട്രോണിക് തിസീസ് ആൻഡ് ഡിസർട്ടേഷൻ. കണ്ടോ, അതിലൊക്കെ ഫ്രീ ആക്സസ് ആണ്. ഇലക്ട്രോണിക് കാര്യങ്ങളിലേക്കൊക്കെ ഫ്രീ ആക്സസ് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്രയും ഉപകാരമാണ്. ഇതൊന്നും ഇല്ലാത്തൊരു റിസർച്ചേഴ്സിന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ ഈ യുഗത്തിലെ റിസർച്ചേഴ്സ് ആണ് ഇതൊക്കെ അവൈലബിൾ ആണ്. ഇതൊന്നും ഇല്ലാതെ ഒരുപാട് ഡോക്ടേഴ്സ് ആയിട്ട് പഠിച്ചിറങ്ങിയ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഒരു സാഹചര്യം നമുക്ക് ആലോചിക്കാവുന്നതാണ്. വാട്ട് ഡസ് ശോധഗംഗ മീൻസ് ഇൻ സംസ്കൃതത്തിൽ എന്താ അർത്ഥം? റിസർച്ച് ആൻഡ് ഡിസ്കവറി സിംബലൈസിങ് കൾച്ചറൽ ഹെറിറ്റേജിനെ, സാംസ്കാരിക പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എജുമിയെ സപ്പോർട്ട് ചെയ്ത പോലെ വീണ്ടും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. സീ യു അഗൈൻ.